ഞാൻ വണ്ടി കൊടുക്കുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ലോ ഫോട്ടോയിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്താൽ നമുക്ക് പ്രാക്ടിക്കലല്ല. ഈ ഷോക്ക് വന്ന് അടിക്കുന്ന സമയത്ത് ഈ മഡ് ഗാർഡ് മേലോട്ട് വരും. എന്തായാലും താഴെ കൊടുത്തേക്കാം. മോജോയ്ക്കൊക്കെ വേണ്ടിയുള്ള ആവശ്യം പോലെ അക്സറീസ് അവരുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മൾ മിനി ഡ്രൈവിലാണെങ്കിൽ ഇത്ര ഒരു ബൾക്കിനെസ് ഒന്നും വരത്തില്ല, ചെറിയ കുറച്ചുകൂടി ഒതുങ്ങിയതായിരിക്കും. ചെയ്യുന്നത് നമ്മുടെ സ്കൈബോയ്സ് ഷോപ്പ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം സൈറ്റിൽ നിന്നാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ആ ഫാനിൻ്റെ അവിടെ ഒരു ബ്ലൂ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്കിങ്ങനെ വെച്ചതിന് ശേഷം സ്ക്രാച്ച് ആവാതെ വെക്കാനാണ് റബ്ബർ ബീഡിങ് അതേപോലെ കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പം മഞ്ഞ ഷെയ്ഡുണ്ട്, മഞ്ഞ കിട്ടി കാണിച്ചാൽ കേട്ടോ. മഞ്ഞ എനിക്ക് ഈ വെള്ളതിനെക്കാട്ടി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു, കാരണം രസമുണ്ട് അത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് യെല്ലോ ക്രൂയിസ ഗൈസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സനലിൻ്റെ കടയിലാണ്. അപ്പോൾ ഇവിടെ വന്നേക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലൊരു ഫോഗ് ലൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മോജോയിലെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 ഹെഡ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ കുറവാണ്. ലോങ്ങൊക്കെ പോകണമെങ്കിൽ ഒരു എക്സ്ട്രാ ലൈറ്റിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോങ്ങൊക്കെ പോയ സമയത്ത് നമുക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ഫോഗ് ലൈറ്റ് വെക്കാൻ വിചാരിച്ചു. എൻ്റെ കയ്യിൽ അത്യാവശ്യം വലിയൊരു ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് മുമ്പ് വെച്ചിരുന്നത്. അതൊക്കെയെന്ന് വെച്ചാൽ വണ്ടി അത്യാവശ്യം ബോറാക്കുന്ന തരത്തിലുള്ള ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിരുന്നതായാലും നമുക്ക് കുറച്ചൊന്ന് ടാസ്ക് ആയിട്ടൊക്കെ വെച്ചത്. നമ്മുടെ ക്രാഷ് കാർഡിലൊക്കെയാണ് വെച്ചിരുന്നത്. അപ്പം ക്രാഷ് കാർഡ് വല്ലതും എന്താ പറയുക, വണ്ടി വല്ലതും ചരിഞ്ഞ് കഴിഞ്ഞാൽ ക്രാഷ് കാർഡ് ഇമ്പാക്റ്റ് കിട്ടുന്ന സമയത്ത് ഈ ഫോഗ് ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടി ഇടിച്ചകത്ത് കയറാൻ ചാൻസ് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഇളക്കി മാറ്റിയത്. അതേപോലെ വൈബ്രേഷനും കുറച്ചൊന്ന് അധികമായിരുന്നു കേട്ടോ. ക്രാഷ് കാർഡിൽ ഇരിക്കുമ്പോൾ പോയി കേൾക്കാൻ പറ്റില്ലടാ, കേൾക്കാൻ പറ്റൂലേ പോടാ. അപ്പം ക്രാഷ് കാർഡിൽ കുറച്ച് എന്താ പറയുക വൈബ്രേഷൻ കാര്യങ്ങൾ കുറച്ച് അധികമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ക്രാഷ് കാർഡ് ഊരി മാറ്റി. ക്രാഷ് കാർഡ് മാത്രമായി കുറേ നാൾക്ക് വെച്ചിരുന്നു. പിന്നെ ക്രാഷ് കാർഡ് ഒന്ന് മോഡിഫൈ ചെയ്തപ്പോൾ അത് ഊരി മാറ്റി. അതും ഇപ്പോൾ കടയിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. കടയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തൊക്കെ എടുക്കണം. അതിനായിട്ട് ഇവിടെ കട ഇട്ടയ്ക്കുവാണ്. അപ്പം ഇത് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ ഫോർക്കിലാണ്. അപ്പം നിങ്ങൾ മിക്കുള്ളവരും നമ്മളെ മോജോയിലെ ഫോർക്കിൽ ഫോഗ് ലൈറ്റ് വയ്ക്കുന്ന കണ്ടിട്ടുണ്ടാകുമ്പോൾ ഒരു ചാൻസും ഇല്ല. ഞാൻ കണ്ടിട്ടില്ല എന്തായാലും. ഞാൻ ഒരു എന്താ പറയുന്നത് ഒരു ഷോപ്പിൻ്റെ ആഡല്ല, അതിൻ്റെ അവരൊരു ഈ പ്രോഡക്റ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടേക്കുന്ന ഫോട്ടോയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് എന്തായാലും ആ പ്രൊഡക്റ്റ് ആവശ്യം വരും. അപ്പം മോജോയിൽ കുറച്ച് ഒതുങ്ങിയൊക്കെ ഫോലിറ്റ് വെക്കാൻ വേണ്ടി തരത്തിലാണ് ആ ഒരു ക്ലാമ്പിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. നമ്മളെ ഫോർക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവർ ഫോട്ടോയിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്താൽ നമുക്ക് പ്രാക്ടിക്കലല്ല. ഈ ഷോക്ക് വന്ന് അടിക്കുന്ന സമയത്ത് ഈ മഡ് ഗാർഡ് മേലോട്ട് വരും. അപ്പം ഫോർക്ക് കയറി തട്ടി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ്. സെറ്റ് ചെയ്താൽ നമുക്ക് ഈ ഹെഡിൻ്റെ താഴത്തിന് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും, ജസ്റ്റ് ഒരുങ്ങി കാണാനായിട്ടും. അപ്പം ഞാൻ എന്തായാലും കാണിച്ചു തരാം നമ്മുടെ ഫോഗ് ലൈറ്റ് ഏതാണ്. ഇതാണ് നമ്മുടെ ഫോഗ് ലൈറ്റ്. നമ്മളെ മിനി ഡ്രൈവ് പോലത്തെ ഒരു ഫോഗ് ലൈറ്റാണ്. അതിൽ നിന്ന് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ, കുറച്ചുകൂടെ വെട്ടം കൂടിയ ഫോഗ് ലൈറ്റാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ സ്കൈബോയ്സ് ഷോപ്പ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം സൈറ്റിൽ നിന്നാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും താഴെ കൊടുത്തേക്കാം. മോജോയ്ക്കൊക്കെ വേണ്ടിയുള്ള ആവശ്യം പോലെ അക്സറീസ് അവരുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ ഫോർക്ക് ക്ലാമ്പും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നത് എല്ലാം കൂടി ചേർത്തുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ എനേബിൾ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ ഫോഗ് ലൈറ്റ് എന്ന് പറയുന്ന സംഭവം. മിനി ഡ്രൈവിനെക്കാട്ടി കുറച്ചുകൂടെ ഒന്ന് സൈസ് തോന്നിക്കുന്ന രസമാണ് കേട്ടോ. അതിനപ്പോൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയ സമയത്ത് ഇതിൻ്റെ ബാക്കിൽ ഒരു ഫാനിൻ്റെ അവിടെ ആയിട്ട് ബ്ലൂ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര രസം കാണാനായിട്ട്. അപ്പം ഡ്യുവൽ ലൈറ്റാണ് വരുന്നത്, യെല്ലോയും വൈറ്റുമാണ് വരുന്നത്. അപ്പം തുറന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ നട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പം തുറക്കുന്ന സമയത്ത് ഇതാണ് കേട്ടോ ലൈറ്റ് അപ്പം ഇതാണ് നമ്മൾ ലൈറ്റ് വരുന്നത്. അപ്പം മിനി ഡ്രൈവിലാണെങ്കിൽ ഇത്ര ഒരു ബൾക്കിനെസ് ഒന്നും വരത്തില്ല, ചെറിയ കുറച്ചുകൂടി ഒതുങ്ങിയതായിരിക്കും. ഇത് കുറച്ചുകൂടി ലൈറ്റ് വെട്ടമുണ്ട്. അപ്പം ഇത് കുറച്ചുകൂടെ എന്താ പറയുന്നത് വെട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള ലൈറ്റാണ് കേട്ടോ. അതിൻ്റെ പ്രകാശവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെട്ടമുള്ളതാണ്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയിൽ വെക്കാൻ പോകുന്നത്. അതേപോലെ നമ്മുടെ ക്ലാമ്പും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെച്ച് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ വയറിന്. ഇതേപോലെ തന്നെ അവർക്ക് പല ഫോഗ് ലൈറ്റ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ അപ്പോൾ ഇതിൻ്റെ ഫോഗ് ലൈറ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിനകത്ത് 2-3 ഫോഗ് ലൈറ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. കയറി നോക്കിയാൽ നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതേപോലെ നമ്മുടെ ക്ലാമ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് കയറി നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ക്ലാമ്പ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫോഗ് ലൈറ്റ് വെക്കാൻ പറ്റുന്ന ക്ലാമ്പ്. അതിൻ്റെ കൂടെ തന്നെ റബ്ബർ ബീഡിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പം ഇത് നമുക്കിങ്ങനെ വെച്ചതിന് ശേഷം സ്ക്രാച്ച് ആവാതൊക്കെ വെക്കാനാണ് റബ്ബർ ബീഡിങ് അതേപോലെ കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പം ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് ഇറക്കി വെക്കാം കേട്ടോ. വെച്ചതിന് ശേഷം നമുക്കിത് ഈ ഒരു ലെഗിലാണ് നമുക്ക് ഫോഗ് ലൈറ്റ് വെക്കാനുള്ള. അപ്പോൾ വെക്കുന്നതെല്ലാം കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ ഫോഗ് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നോക്കാം.
ഗൈസ് ഇപ്പോൾ നമ്മുടെ ക്ലാമ്പും കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു എൽ ക്ലാമ്പ് പോലെ സെറ്റപ്പ് ഉണ്ട്, അതുകൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിലാണ് നമ്മുടെ ഫോഗ്ലൈറ്റിൻ്റെ ക്ലാമ്പ് വെച്ചിരിക്കുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ ഫോഗ്ലൈറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാമ്പിൽ സെറ്റ് ചെയ്യാൻ ശേഷമാണ് നമ്മൾ ഇനി ഫോഗ്ലൈറ്റ് വയ്ക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫോഗ്ലൈറ്റ്. അപ്പോൾ എന്തായാലും വയ്ക്കാം. ഫോഗ്ലൈറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം കേട്ടോ. ഇതാ അവിടെയാണ് അതിൻ്റെ വെട്ടം കാണുന്നത്. പോയാൽ അങ്ങനെയാണ് വെട്ടം കാണുന്നത്. അതിന് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യണം. ഇത് ജസ്റ്റ് വർക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ 2 ഫോഗ്ലൈറ്റും ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് ഇത് ഒന്ന് അലൈൻ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബീം ഒന്ന് സെറ്റ് ചെയ്യണം. itu pengen yang ada അടിപൊളി ബ്രേക്ക്. പിച്ചും ബ്രേക്ക് ഒരു കണക്കാണ്. നല്ല ഇല്ലമ്മ ഗൈസ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിലെ ഫോഗ്ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു. സംഭവം നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഈ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഗ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഓണാക്കുമ്പോൾ വേറൊരു സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതാ ബേക്കിൽ കണ്ടോ ഒരു ബ്ലൂ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ആ ഫാനിൻ്റെ അവിടെ ഒരു ബ്ലൂ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം ഇതാണ് വൈറ്റ്, അതേപോലെ ഇതാണ് മഞ്ഞ കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്വിച്ചിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വെട്ടവും കാര്യങ്ങളും കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ വൈസർ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് റോഡൊന്നും ഒരുമാതിരി കാണാൻ വയ്യ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വണ്ടിയിൽ ഫോഗ്ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. വൈസർ ടിൻറ്റഡ് ആയതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ കേട്ടോ. ഫോഗ്ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. വെറും പന്ന റോട്ടിൽ കൂടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഫോഗ്ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. അപ്പം ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ക്യാമറ എത്രത്തോളം നിങ്ങൾക്ക് ഫോഗ്ലൈറ്റിനെ വെട്ടം അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ഈ വണ്ടി ഒന്ന് പോയതിനു ശേഷം നമ്മൾ എന്തായാലും ഇട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ റോഡൊന്നും കാണാൻ വയ്യ. നല്ല ടാസ്ക്കിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ടിൻറ്റഡ് വൈസർ ആയതുകൊണ്ടാണ് ഭയങ്കര ടാസ്ക് കേട്ടോ. 1 2 3 ഇത്രയും വെട്ടമുണ്ട് നമ്മുടെ ഫോഗ്ലൈറ്റിന്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഈ ഫോഗ്ലൈറ്റ് തരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2000 രൂപയ്ക്ക് അകത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ മിനി ഡ്രൈവും കാര്യങ്ങളും എല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെ വരുന്നതാണ്. ഇത് അത്യാവശ്യം കുറച്ചുകൂടെ രസമുണ്ട്. അത് നിങ്ങൾക്ക് മേലും താഴോട്ടൊക്കെ അറിയാൻ പറ്റും. ആ ബ്ലൂ ലൈറ്റൊക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഇനി ഇതിന് മഞ്ഞ ഷെയ്ഡുണ്ട്. മഞ്ഞ കിട്ട് കാണിച്ചാൽ കേട്ടോ. മഞ്ഞ എനിക്ക് ഈ വെള്ളതിനെക്കാട്ടി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കാരണം രസമുണ്ട് അത് കാണാനായിട്ടും. അതേപോലെ കുറച്ച് അടുത്ത് തന്നെ അടിക്കുന്നതുകൊണ്ട് രസമുണ്ട് കേട്ടോ. അതേപോലെ എൻ്റെ ഈ ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ വെട്ടം ഒന്നും അറിയാൻ വയ്യ. ഇതിൻ്റെ ഒറ്റ വെട്ടത്തിലാണ് ഞാൻ പോകുന്ന കണക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. സൂപ്പറായിട്ട് നല്ല വെട്ടം വരുന്നുണ്ട്. എനിക്ക് ഈ വെള്ളത്തിനെക്കാട്ടി എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ട മഞ്ഞയാണ്. വെള്ള എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. മഞ്ഞയാണ് ഇഷ്ടപ്പെട്ട. മഞ്ഞ കൊള്ളാം. അതേപോലെ ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്നത് നമ്മളെ 2 സ്വിച്ചിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ സ്വിച്ച് തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് 2 സ്വിച്ചിലാണ്. അപ്പം അത് വെച്ചെന്താണെന്ന് വെച്ചാൽ ആ സ്വിച്ച് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. നമ്മളെ ഡുവൽ സ്വിച്ച് ഒറ്റ ഇതിനകത്ത് വരുമല്ലോ, ഒറ്റ കൺസോൾ വരുമല്ലോ, അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മളെ വണ്ടി ഇപ്പോൾ എന്തായാലും ഉടനെ സെയിൽ ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ഓട്ടോ സെൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തായാലും വണ്ടി സെയിൽ ചെയ്യും കേട്ടോ. അപ്പം അത് കംപ്ലൈൻറ്റ് വെച്ചുകൊണ്ട് കൊടുക്കേണ്ടത് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓട്ടോ സെൻസർ പുതിയത് മാറിയിട്ട് അങ്ങ് സെയിൽ ചെയ്യാനുള്ള സ്കീമിൽ ഇരിക്കുവാണ്. അപ്പം ആരെങ്കിലും താല്പര്യമുണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടേക്കുക, നമുക്ക് നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും കുറേ പൈസ ഈ വണ്ടിക്കകത്ത് ഏകദേശം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഏകദേശം ഒരു 10,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ ടോട്ടൽ കിലോമീറ്റർ വന്നിട്ട് 32ൻ്റെ അകത്തേ വരുന്നുള്ളൂ. കാരണം 7,000 ഇതിനകത്ത് ഓടി. മറ്റേതിൽ ഞാൻ എടുത്ത സമയത്ത് 19,000 സംതിങ് ആയിരുന്നു. അതിനകത്ത് അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടാണ് ഈ ഒരു മീറ്ററിലോട്ട് മാറിയത്.
അപ്പോൾ ഇതിനകത്ത് 7000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 7300 സംതിങ് കിലോമീറ്റർ ഇതിനകത്ത് ഓടിയിട്ടുണ്ട്. അതേപോലെ ഫുൾ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് എൻ്റെ കയ്യിൽ. അതേപോലെ ഞാൻ ഇപ്പോൾ വണ്ടി എന്ത് ചെയ്താലും എന്ത് ചെറിയ കാര്യം ചെയ്താലും ഞാൻ എന്തായാലും വീഡിയോ കൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ എന്തൊക്കെയാണ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്ന, എന്തൊക്കെയാണ് മാറിയത്, എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് നോക്കുക. നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിൽ കൊടുക്കാവുന്നതാണ് വണ്ടി. കാരണം ഞാൻ വണ്ടി കൊടുക്കുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ലോങ് ആണ് സർവീസ് സെൻറ്റർ. അപ്പം ഏകദേശം ഒരു ഈസി റീസെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം ഞാൻ ഒരു 100 രൂപയുടെ കേസിന് ഒരു 500-600 രൂപ എണ്ണ അടിച്ച് ഞാൻ പോകേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ വണ്ടി അങ്ങ് കൊടുക്കാൻ വിചാരിച്ചു. അതുമല്ല ഒരു ദിവസം അങ്ങ് പോകും കേട്ടോ ഈ സർവീസ് എന്ന് പറഞ്ഞ് അങ്ങ് പോയി. സർവീസ് അല്ല, ജസ്റ്റ് ഇതിനായിട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ദിവസം അങ്ങ് പോണ പരിപാടിയാണ്. അപ്പോൾ എനിക്കിവിടെ നിന്ന് ഏകദേശം വൺ സൈഡ് തന്നെ ഏകദേശം ഒരു 58-60 കിലോമീറ്റർ അടുപ്പിച്ച് വൺ സൈഡ് ഉണ്ട്. അപ്പോൾ ഒരു 100 കിലോമീറ്റർ പുറത്താണ് ഈ സർവീസിന് ഓടാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആയിട്ട്. അപ്പം അതൊരു ടാസ്ക്കാണ് എനിക്ക്. എണ്ണ അടിക്കാതെ ഫണ്ടൊക്കെ കുറച്ച് ടാസ്ക് ആയതുകൊണ്ടാണ് ഞാൻ അപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും ഇതായിട്ട് നമ്മൾ നല്ല വണ്ടി എടുക്കും. ചിലപ്പം ഒരു അപ്ഗ്രേഡിലോട്ട് പോകും, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ചെറിയ സെഗ്മെൻറ്റ് വണ്ടി എടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഫണ്ടുകൾ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അപ്ഗ്രേഡിലോട്ട് നോക്കാവുന്നതാണ്. അപ്പം ഇത്ര തന്നെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതേപോലെ നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.